നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരും കഴിഞ്ഞ ദിവസം അറിഞ്ഞതുപോലെ തന്നെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ ഒരു പ്രവർത്തകൻ ഒരു ചോദ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചെറിയ രീതിയിലുള്ള വിമർശനമൊക്കെ വിവാദമായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും ഉമ്മൻചാണ്ടിയെയും താരതമ്യം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഉമ്മൻചാണ്ടി നേരത്തെ ഒരു സദസ്സിനോട് സംസാരിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്ന് ഉയർന്ന ഒരു ആവശ്യം, അതിന് അദ്ദേഹം നൽകിയ മറുപടി, ആ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഇതിനുള്ള മുഖ്യമന്ത്രിക്കുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത്. സദസ്സിനെയും കേൾക്കും മറുപടിയും പറയും ഒരേ ഒരു ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ വീഡിയോയിൽ ഇപ്രകാരമാണ് സംഭവം. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം 10% കുറച്ചുകൊണ്ട് വരണമെന്ന കാര്യം പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും ഉമ്മൻചാണ്ടിക്ക് നേരെ ഒരു ചോദ്യം ഉയർന്നു. ഇടുക്കിയിൽ തടിയാബ്ലത്തുള്ള ഔട്ട്ലെറ്റ് പൂട്ടരുത് എന്ന ആവശ്യമാണ്. അതായത് ഈ സദസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇടുക്കി തടിയാബ്ലത്തുള്ള ഔട്ട്ലെറ്റ് പൂട്ടലേ സാറേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ഉമ്മൻചാണ്ടി ചിരിച്ചു. അദ്ദേഹം പ്രസംഗം നിർത്തി. അതിന് ചിരിച്ച ശേഷം ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി പറയുകയായിരുന്നു. അതായത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടാത്തത് എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി. പിന്നാലെ വേദിയിൽ നിന്ന് കയ്യടി ഉയർന്നു. ചിരിച്ചുകൊണ്ട് വളരെ അനുഭാവത്തോടെയാണ് ഉമ്മൻചാണ്ടി ആ ചോദ്യത്തോട് പ്രതികരിച്ചത്. ബീഹാറിൽ ഔട്ട്ലെറ്റുകൾ ഒറ്റയടിക്ക് കൂട്ടിയപ്പോൾ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടി ആ പ്രസംഗത്തിൽ, അതായത് വളരെ അനുഭാവപൂർവ്വം ആ സംഭവം അങ്ങനെ കൂട്ടിയാൽ അല്ലെങ്കിൽ സദസ്സിൽ നിന്ന് ഉയർന്ന ആവശ്യം നടപ്പിലാക്കുകയാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് രത്നച്ചുരുക്കം, ഒരു സദസ്സിൽ നിന്നൊരു ചോദ്യം ഉയരുമ്പോൾ എങ്ങനെയാണ് അതിന് ഉമ്മൻചാണ്ടി നേരിട്ടത്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ത് ഭവ്യതയോടെയാണ് അനുഭാവത്തോടെയാണ് ആ ചോദ്യത്തിന് മറുപടി നൽകിയത്, അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചത്. തീർച്ചയായിട്ടും സദസ്സിനെ കേൾക്കും മറുപടിയും പറയും ഒരേ ഒരു ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതുപോലെ, അതായത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കോന്നി മണ്ഡലം LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഉദ്ഘാടന പ്രസംഗം പകുതിയായി. ആ സമയത്ത് ഈ ഒരു പ്രവർത്തകൻ അല്പം മദ്യലഹരിയിലാണോ എന്നാണ് കരുതപ്പെടുന്നത്. ഈ പ്രവർത്തകൻ സ്റ്റേജിനരികിൽ എത്തുന്നു. എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറയുന്നു. അതായത് മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിലൊരു ചോദ്യം തനിക്ക് ഉന്നയിക്കാനുണ്ട് എന്ന ആവശ്യവുമായി ഈ പ്രവർത്തകൻ രംഗത്ത് വന്നത്. പ്രസംഗത്തിനിടെ വലത്തേക്ക് നോക്കി മുഖ്യമന്ത്രി ഉടൻ തന്നെ മറുപടി പറഞ്ഞത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് എത്തിയ പ്രവർത്തകനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റി. എന്തായാലും പിന്നാലെ മാധ്യമങ്ങൾ അത് ആരാണ് ആ ചോദ്യം ചോദിച്ച സഖാവിനെ കണ്ടെത്തുകയുണ്ടായി. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി CPM പ്രവർത്തകനായ ദാസ് P ജോർജ് ആണ് ഇത്തരത്തിലൊരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ എഴുന്നേറ്റത്. മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചത് തെറ്റാണെന്നായിരുന്നു ദാസിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി വികസന കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഭരണം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണ്. 20,000 കോടിയുടെ വികസന കിഫ്ബി നടത്തി. ഭരണം കിട്ടുമ്പോൾ തുടർന്നുള്ള വികസനത്തിന് ഫണ്ട് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കാനാണ് താൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയതായി തോന്നിയിരിക്കാം. അതിനാലാകും അങ്ങനെ പറഞ്ഞത്. വിഷമം തോന്നിയില്ല. ഞാൻ ചോദിച്ചത് തെറ്റാണ്. ആ വേദിയിൽ ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഇത്തരത്തിൽ മറുപടി കിട്ടിയ വ്യക്തിയുടെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് തന്റെ ചോദ്യം ഉണ്ടായതെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. ബസ്സിലാണ് ഇവിടെ നിന്ന് പരിപാടിക്കായി അവിടേക്ക് കോന്നിയിലേക്ക് പോയത്. പ്രസംഗം കേട്ട ശേഷം ബസ്സിൽ തന്നെ തിരികെ വന്നു. പോലീസ് ഒന്നും ചോദിച്ചില്ല, ചോദ്യം ചെയ്തിട്ടില്ല, കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റവും തനിക്ക് നേരെ ഉണ്ടായിട്ടില്ല. കസേരയിലിരുന്ന് പൂർണ്ണമായി പ്രസംഗം കേട്ടു. അതിനുശേഷമാണ് താൻ മടങ്ങി വന്നത്. പാർട്ടിയുടെ എല്ലാ പരിപാടിയിലും താൻ പങ്കെടുക്കാറുണ്ട്. പ്രാദേശിക നേതാക്കൾ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണണമെന്ന ആഗ്രഹം തനിക്കുണ്ട്. ഇനിയും മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ താൻ പങ്കെടുക്കും. അദ്ദേഹം വികസനം നടപ്പിലാക്കുന്ന വ്യക്തിയാണ് എന്നായിരുന്നു ദാസ് P ജോർജിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ദാസ് P ജോർജ് ഒരു സജീവ CPM പ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു ചോദ്യം മുഖ്യമന്ത്രിയോട് ഉന്നയിക്കാനായി മുന്നിലേക്ക് വന്നത്. ഉദ്ഘാടന പ്രസംഗം പകുതിയായ സമയത്തായിരുന്നു ദാസ് സ്റ്റേജിലരികിലെത്തി എനിക്കൊരു ചോദ്യമുണ്ടെന്ന് പറഞ്ഞത്. ഉടൻ തന്നെ മുഖ്യമന്ത്രി വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറയായിരുന്നു. അതേസമയം മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചിരിക്കുന്നു. നിരവധി ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നു.
ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട്, ഈ ചോദ്യത്തിന് ഇത്തരത്തിലൊരു മറുപടി നൽകിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണമെന്ന് നോക്കാം. സമനില തെറ്റിയത് തനിക്കില്ലെന്നും സമനില തെറ്റുന്നത് ആർക്കെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലതരത്തിലുള്ള ആവേശക്കാർ ഉണ്ടല്ലോ എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചോദ്യം ചോദിക്കേണ്ട വേദിയല്ല പൊതുയോഗം. പൊതുയോഗത്തിന്റെ രീതിയുണ്ട്. പിണറായിയുടെ പരിപാടിയിൽ മര്യാദ പാലിക്കേണ്ട എന്നുണ്ടോ? ചോദ്യം ചോദിച്ച ആൾക്ക് ഇപ്പോൾ കാര്യം ബോധ്യപ്പെട്ടല്ലോ. വീട്ടിൽ പോയി ചോദിക്കുന്ന പ്രയോഗത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായൊരു വിമർശനം കൂടി മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുകയാണ്. നാട് നീളെ വ്യഭിചരിക്കുന്ന ആളെ പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു എന്ന കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. ചെറ്റത്തരം പരാമർശം. നമുക്കറിയാവുന്ന പോലെ തന്നെ ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അതും വലിയ രീതിയിൽ വിവാദമായതാണ്. ജി സുധാകരൻ ചെറ്റ എന്ന് വിളിച്ചു എന്ന തരത്തിലുള്ള വ്യാഖ്യാനമൊക്കെ അതിന് വന്നു. പിന്നാലെ തന്നെ ചെറ്റയെന്ന് വിളിച്ചതിൽ തനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജി സുധാകരന് മറുപടി നൽകിയിരുന്നു. ആ പരാമർശം വിവാദമായതിൽ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ്. ചെറ്റത്തരം പരാമർശത്തിൽ രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് ഉദ്ദേശിച്ചത്. താൻ പലപ്പോഴും പറയുന്ന വാക്കാണത്. അൺപാർലമെന്ററി അല്ല ആ വാക്ക്. പിണറായിയുടെ നാവ് മോശമെന്ന് ചിത്രീകരിക്കാൻ ഇവിടെ ആരും നോക്കണ്ട. ഡീൽ ആരോപണം വിചിത്രമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പാലക്കാട് BJPയും അതുപോലെ തന്നെ CPMും തമ്മിൽ ഡീലുണ്ട്, അല്ലെങ്കിൽ അവർ ഡീല് നടത്തി വോട്ട് മറിക്കാനുള്ള ഡീലുകൾ നടക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അതിന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുകയാണ്. ഡീൽ ആരോപണം വിചിത്രമാണ്. നാളെ ധർമ്മട മണ്ഡലത്തെക്കുറിച്ചും ഇത്തരത്തിൽ ഡീൽ ഉണ്ടെന്ന് പറയുമോ? മുസ്ലിം നാമധാരി ആയതാണോ ഡീലെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. എന്തായാലും ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ വിവാദമായ ചില സംഭവങ്ങൾക്കുള്ള കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം തൻ്റെ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹം ധർമ്മടത്തെ LDF സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലുള്ള LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ വേദിയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൂടി ഉയർന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.